ഉത്തരാഖണ്ഡിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ മെഹ്റയുടെ കുടുംബം ജീവിച്ചു വന്നു. അതൊരു സന്തോഷമായ കുടുംബമായിരുന്നു. മെഹ്റയ്ക്ക് 2 പുത്രന്മാരാണ്, പ്രദീപ് പിന്നെ സന്ദീപ്. രണ്ടുപേരും കോളേജിൽ പഠിക്കുകയാണ്. ഇത് നിങ്ങളുടെ 2 പേരുടെ കോളേജിന്റെ ഫീസാണ്. പിന്നെ വീട്ടു ചെലവിനുള്ള കാശ് അത് ഞാൻ നിന്റെ അടുത്ത് കൊടുക്കാൻ ഭാഗ്യവാൻ. വളരെ നല്ലത്. എന്റെ 2 കുട്ടികൾക്കും ജോലി വേഗം കിട്ടിയാൽ പിന്നെ ഞാൻ സമാധാനത്തോടെ വീട്ടിലിരിക്കാലോ. അതെ അച്ഛാ, ഞാൻ വേഗം ആർമിയിൽ ചേർന്നതിന് ശേഷം അച്ഛന് പിന്നെ വിശ്രമിക്കാലോ. അതെ, എനിക്ക് നന്നായിട്ട് വിശ്രമിക്കാം. പിന്നെ വീട്ടിലുള്ളവർക്ക് ഞാൻ പറയാലോ എന്റെ മകൻ വന്നിട്ട് ആർമിയിലാണുള്ളതെന്ന്. തീർച്ചയായും. സന്ദീപ്, എന്താണ് നിന്റെ ആഗ്രഹം? എനിക്കൊന്നും അത്ര വലിയായിട്ട് ആഗ്രഹം ഇല്ല അച്ഛാ. എനിക്കൊരു ചെറിയ ജോലിയും പിന്നെ അച്ഛനും അമ്മേനും ഞാൻ നന്നായിട്ട് നോക്കണം. എനിക്ക് അത് മാത്രം മതി അച്ഛാ. വളരെ നല്ലത്. എങ്ങനെയായാലും നീ ബോർഡറിലേക്ക് പോയാലും നമ്മളെ നോക്കാൻ വേണ്ടി നീയും എവിടെ ഉണ്ടാവുമല്ലോ. നിങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ വരൂ, ആഹാരം കഴിക്കാം. ആഹാരമൊക്കെ തണുത്തു പോകാൻ പോകുന്നു. സഞ്ജയുടെ 2 പുത്രന്മാരും ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇനിയും പോയില്ല. അവർ 2 പേർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അവരുടെ സ്വപ്നങ്ങളൊക്കെ നശിച്ചുപോയി. കാരണം സഞ്ജയ് മരിച്ചുപോയി. സഞ്ജയ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ? എന്റെ ദൈവമേ, ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്റെ പൊന്നുമോനെ, എന്റെ ദൈവമേ, എന്നോട് ഈ ചതി നിനക്ക് വേണമായിരുന്നോ? എന്റെ മുൻപേ എന്റെ മോനെ കൊന്നു കളഞ്ഞല്ലോ. സഞ്ജയുടെ കുടുംബത്തിൽ വേറെ ആർക്കും വരുമാനമില്ലായിരുന്നു. ഇപ്പോൾ ആകെ കുഴപ്പത്തിലായി. സഞ്ജയുടെ മരണശേഷം ശാന്തിയുടെ തലയിൽ എല്ലാ പ്രശ്നവും വന്നു. പക്ഷെ അവരുടെ ആരോഗ്യസ്ഥിതിയും മോശമായി. ശാന്തിയുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം വേസ്റ്റായി. അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന സേവിങ്സ് മൊത്തം ചെലവായി തീർന്നു. ഇതിനുശേഷം നമ്മളാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? ഈ ഗ്രാമത്തിൽ നമുക്ക് എന്ത് ജോലിയാ ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള വരുമാനം വരികയുമില്ല. നമ്മൾ സിറ്റിയിലേക്ക് പോകണം. പക്ഷേ അമ്മേനെ ആരും നോക്കിക്കോളും? ഞാൻ നോക്കിക്കൊള്ളാം മക്കളെ. പക്ഷേ മുത്തശ്ശി, നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ നോക്കാൻ പറ്റും? എന്റെ കുട്ടികളെ എന്നെ കൊണ്ട് നോക്കാൻ പറ്റും മക്കളെ. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങളെയും ഞാൻ നല്ലതുപോലെ നോക്കിയതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ല. അവളും എന്റെ മകളെ പോലെയല്ലേ. എന്താ, ഞാൻ അവളെ നല്ല രീതിയിൽ നോക്കില്ലേ? പ്രദീപ്, മുത്തശ്ശി പറയുന്നത് ശരിയാണ്. അവിടെ ഇവിടെ ഇരുന്നിട്ട് അമ്മേനെ നോക്കുന്നതാണ് ശരി. നമുക്ക് 2 പേർക്കും സിറ്റിയിൽ പോയിട്ട് പൈസ ഉണ്ടാക്കാം. എന്നാലേ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ശരിയേട്ടാ. അടുത്ത ദിവസം പ്രദീപും സന്ദീപും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു പോയി. ഡൽഹിയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരെ അവർക്ക് വാടകയ്ക്കൊരു വീട് കിട്ടി. ഞാൻ സ്കൂളിൽ ഒരു വാച്ച്മാൻ ജോലി നോക്കി വെച്ചിട്ടുണ്ടടാ. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. പിന്നെ നീ സെക്ടർ 16ലേക്ക് പോയിക്കോളൂ. അവിടെയുള്ള ബർഗൻ ജോയിന്റിൽ എന്റെ ഫ്രണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയേട്ടാ. സന്ദീപിന് സ്കൂളിൽ വാച്ച്മാൻ ജോലി കിട്ടി. പിന്നെ പ്രദീപിന് ഒരു ബർഗറി ജോയിന്റിൽ ജോലി കിട്ടി. 2 പേരും വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ചേട്ടാ, എനിക്ക് ജോലി കിട്ടിട്ടോ. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ട്. 10,000 രൂപയാണ് എന്റെ സാലറി. എനിക്കും ജോലി കിട്ടിയിട്ടുണ്ട്. എനിക്ക് രാത്രി 12 മണി മുതൽ രാവിലെ 12 മണി വരെ ഉണ്ട്. എനിക്ക് 15,000 രൂപയാണ് ശമ്പളം. എനിക്ക് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ജോലിയും കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെ. നല്ലത് ചേട്ടാ. പക്ഷേ ഏട്ടൻ 7 മണിക്ക് പോവുകയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുക? അതുകൊണ്ട് രാവിലത്തുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. ഏട്ടൻ കഴിച്ചോളൂ. പക്ഷേ ഏട്ടൻ വൈകുന്നേരം 7 മണിക്ക് പോയതിനു ശേഷം ഭക്ഷണം ആരാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എനിക്ക് 10 മണിക്ക് വന്നതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ കഴിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടി പോയിക്കോളൂ. മനസ്സിലായോ? നീ 2 നേരം ഭക്ഷണം ഉണ്ടാക്കിയാൽ നീ പിന്നെ എപ്പോഴാണ് ജോലിക്ക് പോവുക? ചെയ്തല്ലേ പറ്റൂ ഏട്ടാ. നമ്മളെല്ലാവരും മാറ്റി മാറി സഹായം ചെയ്തല്ലേ പറ്റുള്ളൂ. ശരി. അടുത്ത ദിവസം രാവിലെ പ്രദീപ് ആഹാരം ചെയ്തിട്ട് തന്റെ ടിഫിൻ ബോക്സിൽ അവനുള്ളത് എടുത്തുകൊണ്ട് ജോലിക്ക് തിരിച്ചു. ദിവസം മുഴുവൻ അവൻ ബർഗർ കടയിൽ ജോലി ചെയ്തു. വൈകുന്നേരം വന്ന് അവൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ബസ്സിൽ കയറി 10 നിമിഷത്തിനകം തന്നെ അവൻ അവന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് വന്നതും തന്നെ വീണ്ടും അവൻ ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രദീപിന് ലീവ് ലഭിച്ചു. ഒരുപാട് ദിവസത്തെ ജോലിക്ക് ശേഷം അന്ന് അവന് ആദ്യമായിട്ടാണ് ലീവ് കിട്ടിയത്.
അവൻ വളരെ സന്തോഷത്തോടെ ആഹാരം പാകം ചെയ്തു. എന്നിട്ട് അവൻ ആലോചിച്ചു, എന്റെ ഒരു വലിയ സ്വപ്നം ഞാൻ വലിയൊരു ആർമി മാൻ ആവണമെന്ന് എന്റെ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും വളരെ സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ആർമിയിൽ പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യുക? ഗ്രാമത്തിലാണെങ്കിൽ നമുക്ക് ദിവസവും എക്സസൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ സമയമില്ലല്ലോ. അപ്പോഴാണ് അവന് ബസിന്റെ ഓർമ്മ വന്നത്. നമ്മൾ എന്തിനാ ദിവസവും ബസ്സിലേക്ക് പോകുന്നത്? നമുക്ക് ദിവസം അവിടുന്ന് ഓടി വന്നാലോ? എങ്ങനെ ഉണ്ടാവും? ട്രെയിനിങ് പോലെ ഉണ്ടാവും, വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇതിനാ പറയുക, ഒരേ കല്ലിൽ രണ്ട് മാങ്ങ. പ്രദീപ് ഇത് ആലോചിച്ച് വളരെ സന്തോഷിച്ചു. അതിനെക്കുറിച്ച് അവൻ ഫോൺ ചെയ്ത് അവന്റെ അമ്മയോട് സംസാരിച്ചു. അമ്മേ, ഞാൻ തീർച്ചയായിട്ടും മിലിറ്ററിയിൽ ചേരും. പക്ഷെ എങ്ങനെയാണ് മോനെ? എന്റെ അധ്വാനം കൊണ്ട് തന്നെ. ദൈവം നിന്നെ സഹായിക്കും മോനെ. അടുത്ത ദിവസം മുതൽ പ്രദീപിന്റെ ട്രെയിനിങ് ആരംഭിച്ചു. അവൻ ദിവസത്തെയും പോലെ ആഹാരം പാകം ചെയ്തിട്ട് ജോലിക്ക് പോകും. ദിവസം മുഴുവൻ കടയിൽ ജോലി ചെയ്യും. പിന്നെ രാത്രിയാവുമ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തും. ആദ്യത്തെ ദിവസം അവൻ ഒരുപാട് ടയേർഡായി. അവൻ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് പതുക്കെ വന്നു. നിന്നെ കൊണ്ട് പറ്റും പ്രദീപ്, നീ തീർച്ചയായിട്ടും മിലിറ്ററിയിൽ ചേരണം. അവൻ തന്നെത്താനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് 10 കിലോമീറ്റർ ഓടി തന്നെ വീട്ടിലേക്ക് വന്നെത്തി. കുറച്ചു ദിവസത്തിനകം ആ 10 കിലോമീറ്ററിൽ ഒരു സ്ഥലത്തുപോലും നിൽക്കാതെ അവൻ ഓടിയെത്തി. പ്രദീപിന് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ അവൻ ഓടി വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവന്റെ അടുത്തേക്ക് ഒരു കാർ വന്നു. കാറിൽ വന്ന ആൾ അവനോട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പ്രദീപിനോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അവൻ ഓടിക്കൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരം പറഞ്ഞു. എടാ മോനെ, എന്തിനെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താണ് നിന്റെ പേര്? പ്രദീപ് മെഹ്റ. എവിടുന്നാ വരുന്നേ? നാട് ഉത്തരാഖണ്ഡാണ്, പക്ഷെ ഇപ്പൊ ബരോളിയിലാണ് ഉള്ളത്. എന്റെ ദൈവമേ, ഇപ്പൊ എവിടുന്നാ നീ ഓടി വന്നോണ്ടിരിക്കുന്നത്? സെക്ടർ 16 അവിടെ ഒരു ബർഗൻ ജോയിന്റിൽ ജോലി ചെയ്യുകയായിരിക്കും. മോനെ, കാറിൽ കയറിക്കോ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിട്ടോളാം. ഇല്ലില്ല, ഞാൻ ഓടി തന്നെ വീട്ടിലേക്ക് പോവുള്ളൂ. എന്തിനാ നീ ഓടുന്ന്? ആർമിയിലേക്ക് ചേരാൻ. ഇതെന്റെ ട്രെയിനിങ് ആണ്. മിലിറ്ററിയിൽ നീ ചേരണോ? നല്ല കാര്യം മോനെ. മോനെ വരൂ, ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങി തരാം. ഇല്ല, ഞാൻ വീട്ടിൽ പോയി തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. ഒരു ദിവസം എന്റെ കൂടെ കഴിച്ചോളൂ മോനെ. ഇല്ല ഏട്ടാ, എന്റെ വലിയ ചേട്ടൻ വിശപ്പോടെ അവിടെ ഉണ്ടാവും. അദ്ദേഹം വീട്ടിലല്ലേ ഉള്ളത്. അദ്ദേഹത്തിനോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയൂ. അദ്ദേഹം ഡ്യൂട്ടിയിൽ ഇപ്പൊ ഉണ്ടാവും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയ ശേഷമാണ് കഴിച്ചിട്ട് പിന്നെയും വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം അദ്ദേഹത്തിന്. എന്റെ ദൈവമേ, നിന്നെ ഞാൻ സമ്മതിക്കണം. ദിവസം നീ എത്ര കിലോമീറ്റർ ആണ് ഓടുന്നത്? 10 കിലോമീറ്റർ. ഓ, ഓൾ ദി ബെസ്റ്റ്. ആ കാറിൽ വന്ന അദ്ദേഹം കാറിനെ സ്ലോ ചെയ്തു. പിന്നീട് പ്രദീപ് ഓടി തന്നെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രദീപിന്റെ വീഡിയോ വൈറലായി. എല്ലാരും ആ 10 കിലോമീറ്റർ ഓടുന്ന ചെറുക്കനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ പ്രദീപിന്റെ വീട്ടിലേക്ക് വന്നു. നിന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ പൂർത്തിയാക്കി തരാം. നിന്നെ ഞാൻ ആർമി മാൻ ആക്കി തരാം. ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം. നീ ഇങ്ങനെ ജോലി പോകുന്നോണ്ട് ആവശ്യമില്ല. നിന്റെ അമ്മയുടെ വൈദ്യ ചെലവും ഞാൻ തന്നെ നോക്കിക്കോളാം. നന്ദിയുണ്ട്. പ്രദീപിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവന്റെ സോൾജിയർ ആകണമെന്നുള്ള ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിക്കാൻ പോകുന്നു. ഇപ്പോൾ അവൻ ദിവസവും ഗ്രൗണ്ടിൽ ട്രെയിനിങ് എടുക്കാൻ ആരംഭിച്ചു. അവൻ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ നിന്നു. മറുവശത്തെ ഗ്രാമത്തിൽ അവന്റെ അമ്മയ്ക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. മറുവശത്ത് പ്രദീപ് വളരെ സന്തോഷത്തോടെ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രദീപ് തീർച്ചയായും സോൾജിയറായി മാറും.